ഹലോ, നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ദ ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ഇൻ 2 സ്പെസിഫൈഡ് പൊസിഷൻസ് ആർ ഗിവൻ ബിലോ. ഫൈൻഡ് ദ ഓൾജിബ്രൈക് ഫോം. നമുക്ക് ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാൻ അറിയാം. ഏതായിരുന്നു ഇക്വേഷൻ? f+n-1 d എന്നുള്ള ഇക്വേഷനിൽ കൊടുത്ത് ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാനായിട്ട് അറിയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? എഫും ഡിയും അറിയാമെങ്കിൽ ഓൾജിബ്രൈക് ഫോം ചെയ്യാം അല്ലേ? എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5. അതായത് എഫ് അറിയാം, എത്ര? എഫ് ഇസ് ഈക്വൽ ടു 5 ആണെന്നറിയാം. അതുപോലെ 10th ടേം തന്നിട്ടുണ്ട് എത്ര? 23. അപ്പം നമുക്ക് എന്തറിയത്തില്ല? ഡി അറിയില്ല. അപ്പം ഡി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പം നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അറിയാം? ഫസ്റ്റ് ടേം അറിയാം, എത്രയാ? ഫസ്റ്റ് ടേം 5 എന്നറിയാം. 10th ടേം 23 എന്നും അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ടേം 5 അല്ലേ? 10th ടേം എത്രയാണ്? 23. 10th ടേം 23 എന്നും അറിയാം. എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു മുന്നേ നമ്മളൊരു ഇക്വേഷൻ പഠിക്കണം. ഇതാണ് ഇക്വേഷൻ. കോമൺ ഡിഫറൻസ് അറിയണം. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ടേം എത്രയാണ്? 5. അതുപോലെ 10th ടേം എത്രയെന്നറിയാം? 23. അപ്പോൾ ടേംസിൻ്റെ ഡിഫറൻസ് എടുക്കണം. 23യുടെയും 5ൻ്റെയും ഡിഫറൻസ് അല്ലേ? അതുപോലെ പൊസിഷനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത് 10ഉം 1ഉം. അപ്പോൾ ഞാൻ ടേം ഡിഫറൻസ് എടുക്കാം. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 23 മൈനസ് 5. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ആദ്യം ഏത് നമ്പർ എഴുതുന്നോ പൊസിഷൻ എടുക്കുമ്പോഴും അതേ പൊസിഷൻ തന്നെ അടുത്ത ഓർഡറിന് അതുപോലെ എടുക്കണം. അപ്പോൾ എഴുതുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഞാൻ 23 മൈനസ് 5 ആണ് ചെയ്തത്. അതുപോലെ പൊസിഷൻ ഡിഫറൻസ് എടുക്കുമ്പോഴും എന്ത് ചെയ്യണം? അതേ ഓർഡർ നോക്കണം. 10 മൈനസ് 1 ചെയ്യണം. 10 മൈനസ് 1 ഈക്വൽ ടു 23 മൈനസ് 5 എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 10 മൈനസ് 1 എത്രയാണ്? 9. 18/9 എത്രയാണ്? 2 അല്ലേ? അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് കിട്ടി 2. ഫസ്റ്റ് ടേം അറിയാം 5 എന്നും കോമൺ ഡിഫറൻസ് 2 എന്നും അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓൾജിബ്രൈക് ഫോമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാം. ഓൾജിബ്രൈക് ഫോം ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇക്വേഷൻ പഠിച്ചിരുന്നു. f+n-1 ഡിയും dn+f- d. ഇവിടെ ഞാൻ ചെയ്യുന്നത് f+n-1 d ഈക്വൽ ടു f എത്രയാണ്? 5. 5+n-1 d എത്രയാണ്? 2 ഈക്വൽ ടു 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2n-2 മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്. ഇനി എന്ത് ചെയ്യാം? 5 - 2 ചെയ്യണം. എത്രയാണത്? 5 - 2 3 ആണ്. 3+2n എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓൾജിബ്രൈക് ഫോം ആയില്ലേ? അപ്പോൾ ആൻസർ ആയിക്കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. ആൻസർ ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓൾജിബ്രൈക് ഫോം 3+2n എന്ന് കിട്ടിയാൽ അവിടെ എന്നിന് പകരം നമ്മൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ പൊസിഷനിലുള്ള ടേം കിട്ടും. ഇപ്പം ഞാൻ എന്താ എന്നിന് പകരം ഇവിടെ 10th ടേം 23 എന്നറിയാം. അതുകൊണ്ട് എന്നിന് പകരം 10 എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3+2 ഇൻറ്റു എന്നിന് പകരം 10 ഇസ് ഈക്വൽ ടു 3+2 ഇൻറ്റു 10 എത്രയാണ്? 20. 3+20 23. അതല്ലേ നമ്മുടെ 10th ടേം ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ കറക്റ്റ് ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്തു നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ടേം 5ഉം 7th ടേം 23. ഫസ്റ്റ് ടേം 5ഉം 7th ടേം 23. ഫസ്റ്റ് ടേം 5. ഫസ്റ്റ് ടേം 5. 7th ടേം എത്രയായിരുന്നു? 7th ടേം 23. ഓക്കെ,
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എഫ് അറിയാം 5. നമുക്ക് എന്തറിയത്തില്ല? കോമൺ ഡിഫറൻസ് അറിയത്തില്ല. എന്തായിരുന്നു ഇക്വേഷൻ? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ഇപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 23 മൈനസ് 5 ചെയ്യണം. 23 മൈനസ് 5. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 7 മൈനസ് 1 ചെയ്യണം അല്ലേ? 23 മൈനസ് 5 എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 7 മൈനസ് 1 എത്രയാണ്? 6 ആണ്. 18/6 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ഓൾജിബ്രായിക് ഇക്വേഷൻ അല്ലേ? ഓൾജിബ്രായിക് ഫോം ഇസ് ഈക്വൽ ടു, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾജിബ്രായിക് ഫോം ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഓരോ പ്രാവശ്യവും ഇക്വേഷൻ എഴുതി തന്നെ പോകണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അത്രയും ബൈ ഹാർട്ട് ആവും. എഫ് എത്രയാണ്? 5 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 5 പ്ലസ് ഡി എത്രയാണ്? ഡി നമുക്ക് ആഡ് ചെയ്യണമല്ലോ, വാല്യൂസ് ആഡ് ചെയ്യണം. ഡി എത്രയാണ്? 3 ഈക്വൽ ടു 5 പ്ലസ് 3n മൈനസ് 3 എന്ന് കിട്ടും. ഈ 5ഉം ഈ മൈനസ് 3യും കൂടെ ചെയ്യണം. 5 മൈനസ് 3 എത്രയാണ്? 2 പ്ലസ് 3n. ആൻസറായി. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 7th ടേം 23 ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചെയ്ത് നോക്കാം. 2 പ്ലസ് 3 ഇൻറ്റു എന്നിന് പകരം എത്ര കൊടുക്കണം? 7 കൊടുക്കണം. 3 ഇൻറ്റു 7. 2 പ്ലസ് 3 ഇൻറ്റു 7 21 ആണ്. 21 പ്ലസ് 2 എത്ര കിട്ടും? 23. കറക്റ്റ് അല്ലേ? അടുത്ത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 5th ടേം 10ഉം 10th ടേം 5ഉം ആണല്ലോ. അപ്പോൾ നമുക്ക് ഓൾജിബ്രായിക് ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾജിബ്രായിക് ഫോമിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓൾജിബ്രായിക് ഫോം is equal to f plus n minus 1 ഇൻറ്റു ഡി. എഫ് എത്രയാണ്? അറിയത്തില്ല. ഡി എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഡി എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് എന്ത്? ഡി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ താഴെയുള്ള ടേമിനെ മുകളിലുള്ള ടേം കൊണ്ട് മൈനസ് ചെയ്തു. അതായത് 5 മൈനസ് 10 ഡിവൈഡഡ് ബൈ തിരിച്ച് താഴെ പൊസിഷൻ 10 മൈനസ് 5. ഓക്കെ, ഇതിനാണ് ഓർഡർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. 5 മൈനസ് 10 എത്രയാണ്? മൈനസ് 5 ഡിവൈഡഡ് ബൈ 10 മൈനസ് 5 എത്രയാണ്? 5. മൈനസ് 5/5 എത്ര കിട്ടും? -1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 5th ടേം 10 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5th ടേം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 2 3 4 5. ഇവിടെ ആയിരിക്കും 5th ടേം ഇരിക്കുക. എത്രയാണത്? 10 ആണ് അല്ലേ? ഈ 5th ടേമിൽ നിന്ന് 1 ഡി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4th ടേം കിട്ടും. 2 ഡി മൈനസ് ചെയ്യുമ്പോൾ 3rd ടേം കിട്ടും. അടുത്തത് 3 ഡി 4 ഡി. അതായത് ഫസ്റ്റ് ടേം എഫ് കണ്ടുപിടിക്കണമെങ്കിൽ 5th ടേമിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? എത്ര ഡീസ് മൈനസ് ചെയ്യണം? ഇവിടെ 1 2 3 4. അപ്പോൾ ഫസ്റ്റ് ടേം എഫ് കണ്ടുപിടിക്കണമെങ്കിൽ 5th ടേമിൽ നിന്ന് 5th ടേം മൈനസ് 4 ഡി ചെയ്യണം അല്ലേ? ഈക്വൽ ടു 5th ടേം എത്രയാണ്? 10 ആണ്. 10 മൈനസ് 4 ഇൻറ്റു ഡിക്ക് പകരം എത്ര കൊടുക്കണം? -1 അത് കൊടുത്തു. ഓക്കെ, ഇനി -4 ഇൻറ്റു -1 എത്രയാവും? അത് -4 ഇൻറ്റു -1 എത്രയാവും? +4 എന്നാവും. 10 + 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 14. ഫസ്റ്റ് ടേം കിട്ടി 14. ഇനി നമുക്ക് ഓൾജിബ്രായിക് ഫോമിന് വേണ്ട എഫ് ഉണ്ട്, ഡി ഉണ്ട്. എഫും ഉണ്ട് ഡിയും ഉണ്ട്. നമുക്ക് കൊടുക്കാമല്ലോ. എഫ് എത്രയാണ്? 14 പ്ലസ് n-1 ഇൻറ്റു ഡി എത്രയാണ്? -1 ഈക്വൽ ടു 14 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -1 ഇൻറ്റു n മൈനസ് n. ഇനി -1 ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 2 മൈനസും കൂടെ പ്ലസ് ആവും. +1 എന്നാവും അല്ലേ? ഇനി നോക്കിയാൽ ഇവിടെ 14 ഉണ്ട്, ഇവിടെ +1 ഉണ്ട്. 15 ആവും. 15 മൈനസ് ഇവിടുത്തെ ഈ n, 15 മൈനസ് n എന്ന് കിട്ടി. ഇനി നമുക്ക് 10th ടേം 5 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 10th ടേമാണ് ചെയ്യുന്നത്. n പകരം എത്ര കൊടുക്കണം? 10 കൊടുക്കണം. അപ്പോൾ 15 മൈനസ് എന്നിന് പകരം 10th ടേം ആണേ കണ്ടുപിടിക്കുന്ന 10th ടേം
15 മൈനസ് 10 എന്ന് വരും. ദാറ്റ് ഈസ് 5. അതല്ലേ നമുക്കിവിടെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളൊരു ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തറിയാം, ഫിഫ്ത്ത് ടേം 10 എന്നും അറിയാം, അതുപോലെ 10th ടേം 5 എന്നും അറിയാം. ഫിഫ്ത്ത് ടേം എത്രയാണ്? 10 അല്ലേ. ഫിഫ്ത്ത് ടേം 10 എന്നും 10th ടേം 5 എന്നും അറിയാം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ എപ്പോഴും കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -1 ആയിരിക്കും. ഇതൊരു ഫാക്റ്റാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, തേർഡ് ടേം 2 ആയിട്ട് വരുന്ന ഒരു സീക്വൻസ്, അതുപോലെ ആ സീക്വൻസിൻ്റെ സെക്കൻഡ് ടേം 3 ആണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -1 ആയിരിക്കും. വേണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിക്കഴിഞ്ഞു, ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 8th ടേം 2ഉം 12th ടേം 8ഉം. 8th ടേം 2ഉം ഏതാണ്? 12th ടേം 8ഉം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. 8th ടേം 2ഉം 12th ടേം 8ഉം അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 8 മൈനസ് 2 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 12 മൈനസ് 8. 8 മൈനസ് 2 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 12 മൈനസ് 8 4 എന്ന് കിട്ടി. ഈ 6ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 3/2 എന്ന് കിട്ടും അല്ലേ. 6നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3ഉം 4നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. നമുക്കറിയാം 8th ടേം 2 ആണ്. അങ്ങനെയാണെങ്കിൽ 8th ടേം വെച്ചിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8th ടേം മൈനസ് എത്ര D ആയിരിക്കും? 7D ചെയ്യേണ്ടി വരും. 8th ടേം മൈനസ് 7D. 8th ടേം അറിയാം, 2 മൈനസ് 7 ഇൻറ്റു D എത്രയാണ്? 3/2. ഓക്കെ, അടുത്തത് 2 മൈനസ് അതുപോലെ എഴുതി. 2 മൈനസ് 7 ഇൻറ്റു 3 21/2. ഓക്കെ, ഫ്രാക്ഷൻ കുറയ്ക്കാൻ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണണം. ഇനി വെറുതെ 2 എന്നുള്ളത് 2/1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ കറക്റ്റ് ഫ്രാക്ഷനായി, ഫ്രാക്ഷൻ്റെ ഫോമിലായി. അടുത്ത 2 ഇൻറ്റു 2 4 മൈനസ് 1 ഇൻറ്റു 21 എത്രയാണ്? 21 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 2 ഈക്വൽ ടു 4 മൈനസ് 21 എത്രയാണ്? -17. താഴെ ഡിനോമിനേറ്റർ 2 -17/2 എന്ന് ചെയ്തു. ഫസ്റ്റ് ടേം കിട്ടി -17/2. ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഓൾജിബ്രായിക് ഫോം ആണ്. ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. ഓൾജിബ്രായിക് ഫോം ഈക്വൽ ടു F പ്ലസ് n-1 ഇൻറ്റു D. F എത്രയാണ് പറഞ്ഞത്? -17/2. അത് കൊടുത്തു. പ്ലസ് അതേപോലെ ഇട്ടു n-1 അതുപോലെ ഇട്ടു. D എത്രയാണ്? 3/2. അപ്പോൾ Dയും കൊടുത്തു 3/2. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഓർത്ത് നോക്കിയേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. -17/2 മാറ്റമൊന്നുമില്ല, അതുപോലെ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പ്ലസ് 3/2 ഇൻറ്റു n 3/2n മൈനസ് 3/2 ഇൻറ്റു 1 3/2 ഈക്വൽ ടു -17/2 ഉണ്ട്. ഇവിടെ ഒരു -3/2 ഉണ്ട്. രണ്ടുപേർക്ക് മൈനസ് കോമൺ അല്ലേ? മൈനസ് കോമൺ ആണെങ്കിൽ മൈനസ് കോമൺ ആയിട്ട് ഇട്ടിട്ട് രണ്ടുപേരെയും കൂടെ കൂട്ടണം. ദാറ്റ് ഈസ് 17/2ഉം 3/2ഉം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനാണ്. സെയിം ഡിനോമിനേറ്റർ വന്നാൽ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു. സെയിം ഡിനോമിനേറ്റർ അതുപോലെ എടുത്തെഴുതി. 17ഉം 3ഉം കൂട്ടിയാൽ 20 എന്ന് കിട്ടും. 20/2 എത്രയാണ്? 10 ആണ്. അപ്പോൾ 10 എടുത്ത് എഴുതണ്ടേ? അപ്പോൾ 10 എഴുതി. പ്ലസ് ബാക്കിയുള്ള 3/2n എഴുതി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത്ര ചെയ്തിട്ടിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കണ്ടേ? നമുക്ക് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 12th ടേം 8 എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം 12th ടേം 8 ആണോ എന്ന്. 12th ടേം ആണ് കണ്ടുപിടിക്കുന്നത്. 12th ടേം ഈക്വൽ ടു -10 പ്ലസ് 3/2 ഇൻറ്റു 12 ഈക്വൽ ടു -10 അതുപോലെ എഴുതി. പ്ലസ് ഈ 2ഉം ഈ 12ഉം ക്യാൻസൽ ചെയ്യാം, 6 എന്ന് കിട്ടും. 3 ഇൻറ്റു 6 എന്നായി. -10 3 ഇൻറ്റു 6 എത്രയാണ്? പ്ലസ്
3 ഇൻറ്റു 6 എത്രയാണ്? 8 ആണോ? 18. 3 ഇൻറ്റു 6 18. ഇനി -10ഉം +18ഉം, ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്. അപ്പോൾ എന്ത് ചെയ്യും? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ. 18 നിന്ന് 10 പോയാൽ ബാക്കി എത്രയുണ്ട്? 8 ഉണ്ട്. വലിയ നമ്പർ 18 ആണ്. 18 ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ +8 എന്ന് കിട്ടും. 12th ടേം 8 അല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ? അപ്പോൾ അത് കറക്റ്റ് അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ 8th ടേം 2 ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.